അടുത്തതായിട്ട് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണോ? പ്രൊഫഷൻ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചതാണ്. എന്താണ് പ്രൊഫഷൻ? എ പ്രൊഫഷൻ ഈസ് ആൻ ഒക്കപ്പേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ് ആൻഡ് ടു വിച്ച് എൻട്രി ഈസ് റെഗുലേറ്റഡ് ബൈ എ റെപ്രസെൻറ്റേറ്റീവ് ബോഡി. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പ്രൊഫഷൻ പഠിച്ചാൽ എന്താണ് പ്രൊഫഷൻ എന്നുള്ളത് ഫസ്റ്റ് ഇയറിൽ പഠിച്ച് ഒന്ന് പറയൂ. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്രൊഫഷനെ കുറിച്ച് പഠിച്ചാണ് ലോയർ, അതൊരു പ്രൊഫഷനാണ്. ഡോക്ടർ, അതൊരു പ്രൊഫഷനാണ്. അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതൊരു പ്രൊഫഷനാണ്. എന്തുകൊണ്ടാണ് ഈ ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഡോക്ടറൊക്കെ ഒരു പ്രൊഫഷനാണെന്ന് പറയാൻ കാരണം അതിനെന്താണ്, അത് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ്, വൈദഗ്ധ്യമുള്ളൊരു അറിവ് അതിന് വേണം. 2 പിന്നെ ട്രെയിനിങ് വേണം. 3 അത് നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് വേണം. ലോയർക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് വേണം. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇന്ത്യ, അതിൽ ICAI, അതിൽ മെമ്പർഷിപ്പ് വേണം. അതുപോലെ ഡോക്ടർക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ MCIയുടെ മെമ്പർഷിപ്പ് വേണം, സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ ഇതൊരു മെമ്പർഷിപ്പ് നിർബന്ധമാണ് പിന്നെ പ്രൊഫഷൻ. എന്നാൽ മാനേജ്മെൻറ്റിന് അങ്ങനെ മെമ്പർഷിപ്പ് വേണോ? വേണ്ട. മാനേജ്മെൻറ്റ് എന്താണ്, ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് വേണ്ട. ഒരു നല്ലൊരു ബിസിനസ് സ്ഥാപനം, നമ്മുടെ നാട്ടിൽ നല്ല നല്ല ബിസിനസ് സ്ഥാപനങ്ങൾ ഒരു വിദ്യാഭ്യാസ യോഗ്യതയുമില്ലാത്ത കുഞ്ഞഹമ്മദാജിയും മരക്കാരാജിയും ഒക്കെ കൊണ്ടുനടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 4ാം ക്ലാസ് വരെ 5ാം ക്ലാസ് വരെ പഠിച്ചവർ. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത മാനേജ്മെൻറ്റിന് നിർബന്ധമില്ല. എന്നാൽ പ്രൊഫഷന് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാണ്. LLB വേണം വക്കീലാണെങ്കിൽ. അതുപോലെ ഡോക്ടറാണെങ്കിൽ MBBS വേണം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ CA ബിരുദെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഈസ് കമ്പൽസറി ഫോർ എ പ്രൊഫഷൻ. ഒരു പ്രൊഫഷന് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. എന്നാൽ ഒരു മാനേജറാവാൻ ഒരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല. അതുപോലെ മെമ്പർഷിപ്പ് വേണ്ട. അതുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ ഒരു പ്രൊഫഷനായിട്ട് പരിഗണിക്കാൻ കഴിയില്ല. എന്നാൽ പ്രൊഫഷൻ്റെ ചില ഫീച്ചേഴ്സ് നമുക്ക് മാനേജ്മെൻറ്റിനുള്ളതായിട്ട് പറയാം. ഒന്ന്, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു വിജ്ഞാനശാഖ പ്രൊഫഷന് വേണം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ CA ഒക്കെ ശരിക്കും പഠിക്കണം, അതിനൊരു വിജ്ഞാനശാഖ തന്നെ ഉണ്ട്. അതുപോലെ MBBS പഠിക്കണം, അപ്പോൾ ഒരു വിജ്ഞാനശാഖ. ഡോക്ടറാണെങ്കിലുണ്ട്. അതുപോലെ വക്കീലാണെങ്കിൽ LLB എടുക്കണം, അപ്പോൾ ഒരു വിജ്ഞാനശാഖ അവർ പഠിക്കണം, കൃത്യമായ ഒരു വിജ്ഞാനശാഖ പഠിക്കണം. മാനേജ്മെൻറ്റിനും മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണെങ്കിൽ വിജ്ഞാനശാഖ പഠിക്കാം, നിർബന്ധമില്ല. ആ ഒരു വിജ്ഞാനശാഖ, കൃത്യമായൊരു വിജ്ഞാനശാഖ ഇന്ന് ഉണ്ട്. MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജറാവാൻ MBA എടുക്കാം. അപ്പോൾ ഇതൊരു കൃത്യമായ വിജ്ഞാനശാഖയാണ്. ഈ വിജ്ഞാനശാഖ ഉണ്ടാക്കി മാനേജ്മെൻറ്റ് എക്സ്പേർട്സാണ്, മാനേജ്മെൻറ്റ് വിദഗ്ധരാണ് ഈ ഒരു വിജ്ഞാനശാഖ ഉണ്ടാക്കി. അപ്പോൾ പ്രൊഫഷൻ്റെ ഒരു ഫീച്ചർ മാനേജ്മെൻറ്റിനുണ്ടെന്ന് പറയാം. എന്താണ്? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് എന്ന പ്രൊഫഷൻ്റെ ഫീച്ചർ മാനേജ്മെൻറ്റിനും ഉണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് നമുക്ക് ഒരു പ്രൊഫഷൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാനേജ്മെൻറ്റ് പ്രൊഫഷനാണെന്നെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ അത് കൃത്യമായിട്ടൊരു പ്രൊഫഷനല്ല മാനേജ്മെൻറ്റ്. എന്നാൽ പ്രൊഫഷൻ്റെ ചില ഫീച്ചേഴ്സ് മാനേജ്മെൻറ്റിനുണ്ട്. റെസ്ട്രിക്റ്റഡ് എൻട്രി, ഇതൊരു പ്രൊഫഷൻ്റെ ഫീച്ചറാണ്. ഇവിടെ മാനേജ്മെൻറ്റ് റിക്വയർസ് ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. മാനേജ്മെൻറ്റിനും എന്താണ്, കൃത്യമായ ഔപചാരിക വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും ഒക്കെ നേടാം. നല്ല വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് ഇയർ NSS കുട്ടികളൊക്കെ IIM പോയിട്ട് ഉണ്ടാവും. NSSൻ്റെ ഒരു ഇതിൽ കോഴിക്കോട് IIM ഒക്കെ പോയി കണ്ടവരുണ്ടാവും. അപ്പോൾ ഈ IIM ഒക്കെ മാനേജ്മെൻറ്റ് രംഗത്തെ ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനങ്ങളാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന്
പിന്നെ മാനേജ്മെൻറ്റ് പഠിക്കാം. പക്ഷേ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടേ മാനേജർ ആവാൻ പറ്റൂ എന്ന് നിർബന്ധമില്ല. എന്നാൽ പ്രൊഫഷന് പഠിക്കൽ നിർബന്ധമാണ്. പിന്നെ പ്രൊഫഷണൽ അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുക്കാം. അത് പ്രൊഫഷന് നിർബന്ധമാണ്, മാനേജ്മെൻറ്റിന് നിർബന്ധമല്ല. പക്ഷേ മാനേജ്മെൻറ്റും അങ്ങനെ ഒരു സംഘടനയൊക്കെ ഉണ്ട്. ആൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്നൊരു സംഘടന ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് ഒരു സംഘടന മാനേജ്മെൻറ്റിനുണ്ട്. പക്ഷേ അതൊരു മെമ്പർഷിപ്പ്, അതിന് പ്രത്യേകമായ കോഡ് ഓഫ് കോണ്ടക്റ്റൊക്കെ ഉണ്ട്. പക്ഷെ അത് മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ഒരു മാനേജറാണെങ്കിൽ, നിങ്ങൾ നാട്ടിലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നു, നിങ്ങളതിൻ്റെ മാനേജറാവുന്നു. നിങ്ങൾ AIM എന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് വരണം, അല്ലെങ്കിൽ IIM എന്ന് പഠിച്ചിട്ടേ അതിൻ്റെ മാനേജറാകാൻ പറ്റുമോ എന്നൊന്നുമില്ല. നിങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ മാനേജറായിട്ട് നിങ്ങൾക്ക് തുടരാം. അതിന് യാതൊരു പ്രശ്നവും നമ്മുടെ രാജ്യത്തില്ല. പക്ഷേ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട്, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാൽ പ്രൊഫഷന് നിർബന്ധമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൊഫഷന് നിർബന്ധമാണ്. എഡ്യൂക്കേഷൻ കമ്പൽസറിയാണ്, മാനേജ്മെൻറ്റ് കമ്പൽസറി അല്ല. അതുപോലെ മെമ്പർഷിപ്പ് കമ്പൽസറിയാണ് ഏതെങ്കിലും സംഘടനകൾ പ്രൊഫഷന്. എന്നാൽ മാനേജ്മെൻറ്റ് മെമ്പർഷിപ്പ് നിർബന്ധമല്ല. പിന്നീട് എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്റ്റ്. കോഡ് ഓഫ് കോണ്ടക്റ്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്. ഡോക്ടേഴ്സിന് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, ലോയേഴ്സിന് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. പ്രൊഫഷൻ്റെ പ്രത്യേകത തന്നെയാണ് അതിന് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാകുന്നത്. കോഡ് ഓഫ് കോണ്ടക്റ്റ് പറഞ്ഞാൽ എന്താ? പെരുമാറ്റച്ചട്ടമുണ്ട്. ഇപ്പോൾ ഈ ഈ ഡോക്ടേഴ്സൊക്കെ ഡോക്ടേഴ്സായിട്ട് പ്രാക്ടീസ് തുടങ്ങണമെങ്കിൽ അവരൊരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. അവരുടെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിജ്ഞ അവരെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് അവർ മെമ്പറാകാൻ പറ്റുള്ളൂ, ഡോക്ടേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അതൊന്നും കോഡ് ഓഫ് കോണ്ടക്റ്റ് മാനേജ്മെൻറ്റിനുണ്ടെങ്കിലും അത് നിർബന്ധമില്ല. AIMയുടെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ ഉണ്ട്. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ആൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ AIMA. അപ്പോൾ ഇതിൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം എന്ന് മാനേജേഴ്സിന് നിർബന്ധമില്ല. എന്നാൽ മറ്റ് സംഘടനകൾ, മറ്റ് പ്രൊഫഷൻ അത് നിർബന്ധമാണ്. പിന്നെ സർവീസ് മോട്ടീവ്. പിന്നെ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത പ്രൈമറി ഒബ്ജക്റ്റീവ് സർവീസ് ടു ദ സൊസൈറ്റി. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റല്ല. ഈ 4 പോയിൻറ്റുകൾ പഠിച്ചാൽ മതി. സർവീസ് ടു ദ സൊസൈറ്റി പൂർണ്ണാർത്ഥത്തിലല്ല, ഈ സർവീസ് സേവനമാണ് നൽകുന്നതെങ്കിലും അതിന് സോഷ്യൽ സർവീസല്ല. സർവീസ് ടു ദ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് സമൂഹത്തിന് സേവനമാണ് ചെയ്യുന്നത്, പക്ഷെ അവർ അതിന് ഫീസ് വാങ്ങുന്നു. ലോയേഴ്സ് സർവീസാണ് ചെയ്യുന്നത്, പക്ഷേ ഫീസ് വാങ്ങുന്നു. സർവീസ് ബിസിനസ് തന്നെയാണ്, ബിസിനസ്സിൻ്റെ ഭാഗം തന്നെയാണ് പ്രൊഫഷൻ. പ്യുവറായിട്ടുള്ള സർവീസല്ല, സോഷ്യൽ സാമൂഹ്യ സേവനമല്ല, സേവനം എന്നൊരു കാര്യമാണ് പ്രൊഫഷൻ്റേത്. അപ്പോൾ ആ പോയിൻ്റ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഈ സർവീസ് മോട്ടീവ് അതിവിടെ ആവശ്യമില്ലാതെ കൊടുത്താൽ. അപ്പോൾ ഈ 4 പോയിൻറ്റുകൾ ഇത് പ്രൊഫഷനുണ്ട്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ്, പക്ഷേ മാനേജ്മെൻറ്റ് ഇതൊന്നും നിർബന്ധമല്ല. മെമ്പർഷിപ്പ്, അതുപോലെ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ്, ഇതൊന്നും മാനേജ്മെൻറ്റ് നിർബന്ധമല്ല. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, പ്രൊഫഷൻ്റെ ഈ 4 ഫീച്ചേഴ്സ് മാനേജ്മെൻറ്റ് ചെറുതായ തോതിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രൊഫഷൻ്റെ ചില സ്വഭാവം മാനേജ്മെൻറ്റിനുണ്ട്, എന്നാൽ മാനേജ്മെൻ്റ് ഒരു പ്രൊഫഷനല്ല. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് പ്രൊഫഷനാണോ സയൻസാണോ അതുപോലെ പ്രൊഫഷനാണോ സയൻസാണോ അതുപോലെ ആർട്ടാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ആർട്ടാണോ വെച്ചാൽ പ്യുവർ ആർട്ടല്ല, സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ പ്യുവർ സയൻസ് അല്ല, പ്രൊഫഷനാണോ എന്ന് ചോദിച്ചാൽ പ്രൊഫഷൻ്റെ ചില ഫീച്ചേഴ്സ് മാനേജ്മെൻറ്റുണ്ട്, എന്നാൽ നിർബന്ധമല്ലാത്ത ഫീച്ചേഴ്സ്, പ്രൊഫഷന് നിർബന്ധമായ ഫീച്ചേഴ്സ് മാനേജ്മെൻറ്റ് നിർബന്ധമല്ലാത്തതാണ്.
പ്രൊഫഷന് മെമ്പർഷിപ്പ്, അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ കോഡ് ഓഫ് കോണ്ടക്റ്റ്, ഇതൊക്കെ പ്രൊഫഷന് നിർബന്ധമാണ്. മാനേജ്മെൻറ്റ് ഇതൊന്നും നിർബന്ധമല്ല. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും സവിശേഷതകൾ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദ്യം എന്തായിരിക്കും? ഇത് സാധാരണ ചോദിക്കാറുണ്ട്. ചോദ്യം, വെദർ മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട്, എക്സ്പ്ലെയിൻ. മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണോ? വിശദീകരിക്കുക. അപ്പം മാനേജ്മെൻറ്റ് ഒരാർട്ടാണ്. ആർട്ടിന് ഇന്ന ക്വാളിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണ്? തിയറിറ്റിക്കൽ നോളജ്, പേഴ്സണൽ ആപ്ലിക്കേഷൻ, പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ ഫീച്ചേഴ്സ് മാനേജ്മെൻറ്റിനും ഉണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണെന്ന് പറയാം. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസ് ആണോ എന്ന് ചോദിക്കും. വെദർ മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്, എക്സ്പ്ലെയിൻ. മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണോ? വിശദീകരിക്കുക. അപ്പോൾ മാനേജ്മെൻറ്റ് സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ പ്യുവർ സയൻസ് അല്ല എന്ന് എഴുതിയിട്ട് സയൻസിൻ്റെ ഈ ഫീച്ചേഴ്സ്, 3 ഫീച്ചേഴ്സ് പറയാം. എന്താണ്? സിസ്റ്റമാറ്റിസ്റ്റ് ബോഡി ഓഫ് നോളജ്, കൃത്യമായ വിജ്ഞാനശാഖയുണ്ട്. ഇത് സയൻസിൻ്റെ ഫീച്ചേഴ്സായിട്ട് എഴുതി. ഈ ഫീച്ചേഴ്സ് എന്തുണ്ട്? മാനേജ്മെൻറ്റിനും ഉള്ളത് കൊണ്ട് മാനേജ്മെൻറ്റ് ഒരു ഇൻഎക്സാക്റ്റ് സയൻസ്, ഒരു അപൂർണമായ സയൻസായിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് പറയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ മാർക്കും കിട്ടും. ഈ രീതിയിൽ. അതുപോലെ പ്രൊഫഷനാണെന്ന് ചോദിച്ചാലും ആ കാര്യങ്ങൾ വെച്ച് എഴുതുക. ഇതാണ് ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ.